സോഷ്യൽ മീഡിയയിലെ രണ്ട് വാർത്തകളാണ്. ഈ വാർത്ത ഇട്ടിരിക്കുന്നത് മറുനാടൻ ടി വി എന്ന ചാനലാണ്. ഷാജൻ സ്കറിയോ മറ്റാണ് അയാളുടെ പേര്. എനിക്ക് അയാളോട് പ്രത്യേകിച്ച് ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. എന്നാൽ ഈ കള്ളവാർത്ത ഇട്ടിട്ട് കാശുണ്ടാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് മഹാമോശമാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ വാർത്ത, അമേരിക്കയിൽ കടലിൽ ഭൂകമ്പം ഉണ്ടായി. രണ്ടാമത്തെ വാർത്ത, തെലങ്കാനയിൽ ഒരാൾ കുവൈറ്റിൽ നിന്ന് വന്നു, ഒരു കൊലപാതകം നടത്തി അയാളുടെ മകളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് ആ കൊല നടത്തിയിട്ട് അയാൾ തിരിച്ച് കുവൈറ്റിലേക്ക് തന്നെ പോയി. എന്നിട്ട് അവിടുന്ന് അയാൾ സോഷ്യൽ മീഡിയയിൽ അയാൾ ഒരു വീഡിയോ അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഞാൻ പ്രതികാരം ചെയ്തു, കാരണം ഇവിടുത്തെ സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനത് ഒന്നുകൂടെ വിശദീകരിക്കാം. അമേരിക്കയിൽ വൻ ഭൂകമ്പം ഉണ്ടായി കടലിനടിയിൽ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. പക്ഷേ ആരോ സയൻറ്റിസ്റ്റുകൾ പ്രവചിച്ചിരിക്കുന്നു, ഏതാനും വർഷങ്ങൾക്കകം, ചിലപ്പോൾ 50 വർഷത്തിനകമായിരിക്കും, അവിടെ വീണ്ടും ഇതുപോലെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് 100 അടിയോളം വെള്ളം ഉയർന്നേക്കും. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും വെള്ളം കയറിയിട്ട് ആ സ്റ്റേറ്റുകൾ തന്നെ ഇല്ലാതായേക്കും. എല്ലാം ആയേക്കും, ഉണ്ടായേക്കും. ഇയാൾക്ക് തന്നെ ഉറപ്പില്ല കേട്ടോ എന്താ പറയുന്നതെന്ന്. എന്നിട്ടോ ഇയാൾ പറയുന്ന മറ്റൊരു മണ്ടത്തരം, നേരത്തെയൊക്കെ ഭൂകമ്പം ഉണ്ടാകുന്ന കരയിലായിരുന്നു, ഇപ്പോൾ അത് വെള്ളത്തിലും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊരു മണ്ടത്തരം വിളിച്ചു പറയുന്നത്. 40 വർഷം മുമ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊട്ട് കേൾക്കുന്ന കാര്യമാണ്, കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ് സുനാമി ഉണ്ടാകുന്നതൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കാലത്ത് തന്നെ കുറേ വർഷം മുമ്പ് കേരളത്തിനടുത്തും അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിൻ്റെ അടുത്തൊക്കെ ഭൂകമ്പം ഉണ്ടായല്ലോ. അപ്പം അവിടെ എങ്ങനെയാണ് ഉണ്ടായത്? വെള്ളത്തിനടിയിലാണ് ഉണ്ടായത്. അങ്ങനെയാണ് സുനാമി ഉണ്ടായത്. ഇയാൾ പറയുന്നത് കരയിൽ മാത്രമേ നേരത്തെ ഉണ്ടാകുകയുള്ളായിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ വന്നിരിക്കുകയാണ്. ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ വിളമ്പെന്ന് കേൾക്കാനായിട്ട് മലയാളികൾ ഒരു 2-3 ലക്ഷം ആൾക്കാരുണ്ട്. ഇയാൾ എന്തിട്ടാലും, എന്താണ് മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും അവരത് കേൾക്കും. അവർക്ക് സത്യം കേൾക്കണ്ട, ഇതുപോലുള്ള ഇക്ലി വാർത്തകൾ കേട്ടാൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ടതാണ് ഇന്നലെ വന്ന വാർത്തയാണ് ഈ തെലങ്കാനയിലെ കാര്യം. അതിനെ അങ്ങ് പൊലിപ്പിച്ച് കാണിക്കുകയാണ്. ഒരുത്തിനൊരു ഫാമിലി പ്രശ്നം കാരണമാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അവനും അവൻ്റെ കൂട്ടാളിയും ചേർന്ന്, അല്ലെങ്കിൽ ഒരു ബന്ധുവും കൂടി ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നു. ഉറങ്ങിക്കിടന്ന ഒരാളെ വെളുപ്പിന് 4 മണിക്ക് കണ്ട് തല്ലിക്കൊന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പുതിയ കഥയുണ്ടാക്കിയിരിക്കുകയാണ്. ആ കഥ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായി. ഈ ഫാമിലിയിലെ എന്തോ സ്വത്ത് തർക്കമൊക്കെയാണ്. അയാളുടെ മകൾ അയാളുടെ ഭാര്യയുടെ സഹോദരിയുടെ വീട്ടിലാണ് നിന്നിരുന്നത്. അവിടെയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാര്യ, അതായത് ഈ ഗൾഫിലായിരുന്ന ആളുടെ ഭാര്യ പോലീസിൽ ചെന്ന് പരാതി പറഞ്ഞു. പോലീസുകാർ ഒരു ആക്ഷൻ എടുത്തില്ല. രണ്ടാമതും ചെന്ന് പരാതി പറഞ്ഞു. എന്നിട്ടും അവർ ആക്ഷൻ എടുത്തില്ല. അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല. അങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണ്? ഇന്ത്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെ ആ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നൊരു കഥ ആക്കിയെടുക്കുന്നു. എന്നിട്ട് അയാൾ നിയമം കയ്യിലെടുക്കുകയാണ്. എന്തുകൊണ്ട്? പോലീസിൻ്റെ ഭാഗത്ത് എനിക്ക് നീതി കിട്ടിയില്ല. അങ്ങനെ നിയമം കയ്യിലെടുത്തിട്ട് അയാൾ വീണ്ടും ഒരു തവണ കൂടെ വന്നിട്ട് ഈ കൊലപാതകം നടത്തിയിട്ട് തിരിച്ചു പോയിട്ട് അയാൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ അങ്ങിട്ടിരിക്കുകയാണ്. ഞാനിതാ കൊലപാതകം നടത്തിയിരിക്കുന്നു, ഞാനത് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, എൻ്റെ മകളെ ഉപദ്രവിച്ചതിനുള്ള പ്രതികാരമാണിതെന്ന്. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് അവരിതാ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഫാമിലി ഡിസ്പ്യൂട്ടാണ്, ഇത് വിഷയം വേറെയാണ്. ഈ ചാനലുകാരൻ, ഈ മറുനാടെന്ന് പറയുന്നയാൾ ഇതുപോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അതിനെ അങ്ങ് എടുത്തിടുക, പൊലിപ്പിക്കുക. അത് ആൾക്കാർ കണ്ട് സ്വയം മണ്ടന്മാരാകുക. ഈ 2-3 ലക്ഷം ആൾക്കാരുണ്ടല്ലോ ഈ മലയാളികൾ, ഇവർ ഇതുപോലെ എന്ത് ഇക്ലി വാർത്ത കണ്ടാലും കേട്ടാലും അവരതിലേക്ക് അങ്ങ് ചാടി വീഴും. ഇത് വെച്ച് ഇതുപോലുള്ള ബുദ്ധിയുള്ളവൻ, കുരുട്ട് ബുദ്ധിയുള്ളവന്മാർ കാശും ഉണ്ടാക്കും. ഇതവിടെ സ്ഥിരം നടക്കുന്നത്.